ഗോവിചേട്ടാ, എന്നെ മനസ്സിലായോ? ഞാൻ ഇന്നലെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഗോവിചേട്ടൻ കിടപ്പില്ലാന്ന് അറിഞ്ഞതേ. പിന്നെ ഞാൻ ആ പഴയ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് ഇറങ്ങിയത്. ആ 15 ലക്ഷത്തിൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നോടെല്ലാം വിശദമായിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവരിൽ ആരാ അത് ഏൽക്കുന്നത് എന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു. ഇപ്പം പെട്ടെന്ന് ഞാനിത് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നതല്ല കേട്ടോ. അതിൻ്റെ വിശദവിവരം തിരക്കാൻ വേണ്ടി കൂടെ ഇറങ്ങിയതേ. അത് എനിക്ക് അവകാശപ്പെട്ടതാണല്ലോ. ആരെങ്കിലും ഒരാൾ ഏൽക്കണ്ടേ ഇവരില്ലേ? 15 ലക്ഷം രൂപയോ? ഞങ്ങളുടെ അച്ഛൻ 15 ലക്ഷം വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പം നിനക്കറിയാമോ 15 ലക്ഷം വാങ്ങിച്ച കണക്ക്? ഡീ, നിനക്കറിയാമോ? ഞങ്ങൾക്കാർക്കും അറിയത്തില്ല. ഞാനങ്ങനെ കള്ളം പറയത്തില്ല. എനിക്ക് ആ പൈസയും വേണ്ട. നിങ്ങളുടെ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്ക്. അച്ഛാ, ഈ പറയുന്ന 15 ലക്ഷം രൂപ അച്ഛനെ കൊടുക്കാനുള്ളതാണോ? അപ്പോൾ എല്ലാവർക്കും ബോധ്യമായല്ലോ, ഞാൻ കള്ളത്തിലൊന്നും അല്ല പറഞ്ഞത്. അപ്പോൾ അതിന് ആ പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം. ആര് തരും, എപ്പോൾ തരും എന്ന് പറഞ്ഞാൽ മാത്രം മതി. അച്ചായൻ ചാടിക്കേറി വന്ന് 15 ലക്ഷം തരാനുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ നിന്നിട്ട് തരാനാ? ആ പറഞ്ഞ ശരിയല്ലേ? ഞങ്ങൾ എവിടെ നിന്ന് തരാനാ? 15 ലക്ഷം രൂപ അല്ലേ ഉള്ളൂ മക്കളെ. നിങ്ങൾ 3 പേരുടെ ഒറ്റ കെട്ടായിട്ട് നിന്ന ഈ 15 ലക്ഷം രൂപ പുഷ്പം പോലെ എനിക്ക് തന്നൂടെ? അവൻ തരുമോ, ഇവൻ തരുമോ, ഇവള് തരുമോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അല്ല 5 പൈസ എടുക്കാൻ. ഇപ്പോഴായാലും എപ്പോഴായാലും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. എൻ്റെ ബിസിനസ് നഷ്ടത്തില്ല. എന്റെ പൊന്നച്ചാ, ഉള്ളയെല്ലാം ഞുള്ളി പറഞ്ഞ് അത് കാപ്പിത്തരം മേടിച്ചു. അതൊന്ന് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ. അതിൽ നിന്ന് 1 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റത്തില്ല. ഈ കിടക്കുന്ന മനുഷ്യനും എൻ്റെ അച്ഛനും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അന്ന് സ്നേഹത്തിന്റെ പുറത്തിരുന്നപ്പോഴാണ് 15 ലക്ഷം രൂപ മേടിച്ചത്. അത് എനിക്ക് കിട്ടിയേ പറ്റൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലൊക്കെ പൂത്ത കാശുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് തരാനാണെങ്കിൽ ഒരു നിമിഷം മതി. പക്ഷെ നിങ്ങൾ അത് തരത്തില്ല. ഒരു ഉടായ്പ നടക്കത്തില്ല. ഒരു പക്ഷേ ഇങ്ങാർക്ക് എന്തെങ്കിലും സംഭവിച്ച് ബോഡി എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കേണ്ടി വരും. ഇന്നാകുമ്പോൾ ഇത്രയും പേരേ ഉള്ളൂ. അത് ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ എത്തിക്കണോ? നാട്ടുകാരുടെ മുമ്പിൽ എത്തിയാൽ നിങ്ങൾക്ക് അതിന്റെ നാണക്കേട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നെ കൊണ്ട് അത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം അച്ഛൻ്റെ ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ നീ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നീ ഞാൻ കൊടുത്തേ. പിന്നീട് നമുക്ക് ആലോചിക്കാം. എന്നെ കൊണ്ട് കൂടുതൽ പറയരുത്. നീയും ഇവനും കൂടി അച്ഛന്റെ സ്വത്തുകളെല്ലാം എഴുതി വെച്ചിട്ട് എനിക്ക് കൂടുതൽ തന്നാ. പഴയ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറയരുത് രണ്ടുപേരും. ചേട്ടന്മാരെ ആകില്ല, രണ്ടരും ഞാൻ വച്ചു കഴിക്കും. എന്റെ പഴയ സ്വഭാവമല്ലോ. കിട്ടിയതും മേടിച്ചോണ്ട് പോയത് അവള് മാത്രമേ ഉള്ളൂ. പഴയ കാര്യം നിങ്ങൾ എന്താ പറയാനാ? പറയുകയാണെങ്കിൽ നമ്മൾ 3 പേരും നാറും. മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ നേരമായി. നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം സ്വത്തച്ഛൻ എഴുതി തന്നിട്ടില്ലേ? എന്നിട്ട് ഒരു 15 ലക്ഷം രൂപ കൊടുക്കാൻ നിങ്ങളുടെ ആദ്യം കയ്യിൽ ഇല്ല അല്ലേ? നിന്റെ കൊടുക്കണ്ട, നീ ഞാൻ കൊടുക്കടി. ആ, എന്റെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. പക്ഷെ എനിക്ക് ഒരാളോട് ചോദിക്കാനുണ്ട്. ചോദിച്ചിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. ഹലോ, ആ ഏട്ടാ. അതെ, വീട്ടിലൊരു പ്രശ്നമുണ്ട്. ആ, നമ്മുടെ അച്ചായനില്ലേ, അച്ചായൻ്റെ അച്ഛൻ എന്തോ പൈസ മറ്റോ കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. ആ, 15 ലക്ഷം. ഓ, ചേട്ടന്മാരൊന്നും കൊടുക്കുന്ന ലക്ഷണമൊന്നുമില്ല. അവരിവിടെ തമ്മിത്തല്ല. നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് പറയും. ആ, ശരി. ആ, അങ്ങനെ ചെയ്യാം. അച്ഛാ, ഇതൊരു 10-20 പവൻ്റെ സ്വർണ്ണമുണ്ട്. അച്ഛൻ ഇത് കൊണ്ടുപോയി വിറ്റോ. ബാക്കി എത്രയാണെന്ന് വെച്ചാൽ ഞാൻ 2 ദിവസത്തിനകം അറേഞ്ച് ചെയ്ത് തരാം. അച്ഛൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എന്നെ കൊണ്ട് ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അച്ഛൻ സമാധാനമായിട്ടൊന്ന് കിടന്നോട്ടെ. മോളെ, അതവിടെ ഇരിക്കട്ടെ. യഥാർത്ഥത്തിൽ 15 ലക്ഷം രൂപ അല്ല, 25 ലക്ഷം രൂപയുണ്ട്. അത് ഈ മനുഷ്യനല്ല ഞങ്ങൾക്ക് തരാനുള്ളത്. എൻ്റെ അച്ഛൻ, നിങ്ങളുടെ അച്ഛനാണ് കൊടുക്കാനുള്ളത്. അത് യഥാർത്ഥ കയ്യിൽ എത്തിച്ചേരണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം. ബാക്കി നിങ്ങളുടെ അച്ഛൻ പറയട്ടെ. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമോ ചേട്ടാ? എനിക്കിപ്പോ എല്ലാവരുടെയും സ്നേഹമൊക്കെ മനസ്സിലായി. ഞാൻ മരിച്ചു പോയാലുമേ എനിക്ക് കിട്ടാനുള്ള പൈസ മൊത്തം അതിൻ്റെ യഥാർത്ഥ അവകാശിക്ക് കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാനും ഈ അച്ഛനോടെ കളിച്ചൊരു നാടകമായിരുന്നു. എനിക്കിപ്പോൾ മനസ്സിലായി മോളെ, ഇതിൻ്റെ യഥാർത്ഥ അവകാശി ആരാണ്. എൻ്റെ ആൺമക്കളെല്ലാം ഇങ്ങോട്ടൊന്ന് മാറിയിരുന്നേ. എന്നെ പറ്റിച്ചും അല്ലാതെയും ഇഷ്ടംപോലെ സ്വത്തുക്കളൊക്കെ നിങ്ങൾ കൈക്കലാക്കിയിട്ടുണ്ട്. ഇനിയുള്ള സ്വത്തുക്കൾക്ക് അവകാശി ഇവളാ. ഇനി നാളെ അച്ഛനെ കാണാനാ എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നത്. എല്ലാം അവൻ്റെ സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലായി. ഇറങ്ങി പോയിടാ.
മോളെ ഇതൊക്കെ ഇനി അകത്തുകൊണ്ട് വെച്ചിട്ടേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു നല്ല ചായ എടുത്തു കൊള്ളാവടോ ഇയാൾ അഭിനയം സൂപ്പറായിട്ടുണ്ട് ഈ കാലം ഇങ്ങനെ